ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത സ്റ്റോക്ക് ഹിൻഡാൽക്കോ ആണ്. അപ്പോൾ ഹിൻഡാൽക്കോയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഹിൻഡാൽക്കോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിൻഡാൽക്കോ അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കാണ്. ഗെയിനേഴ്സിൽ വന്നൊരു സ്റ്റോക്കാണ്. ഇതെങ്ങനെ മൂവ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് 146.65. എൻ്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 146.70 ആ റേഞ്ചിലാണ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ 117 രൂപ, 176, 200 രൂപയ്ക്ക് സ്റ്റോപ്പ് ലോസാണ് കാണിക്കുന്നത്. ലെറ്റ് സി, ഒന്നല്ലെങ്കിൽ 1000 എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, അല്ലെ 2000 എൻ്റെ പ്രോഫിറ്റ് ഹിറ്റാവും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാവും പോകണമെന്ന്. ഓക്കെ, നൂറ്റി 47 എന്ന് പറയുന്നത് ഹൈ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. നൂറ്റി 47 ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് രക്ഷയുള്ളൂ. അവിടെ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, നോക്കാം. 85, 90, 90. തൊണ്ണൂറ്റഞ്ച്, 47 വരെ വന്നു, പക്ഷേ ബ്രേക്ക് ആയില്ല. ബ്രേക്ക് ചെയ്തു. 147, 25. ഓക്കെ, 147 എന്ന് പറയുന്നൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് സസ്റ്റെയിൻ ചെയ്യണം, മേലോട്ട് പോകണം. ലെറ്റ് സി. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്ര ഞാൻ നോക്കാം. അതായത് ടാർഗറ്റ് എടുക്കുന്നത് 148.40 148.40. ഞാൻ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ടോപ്പ് ഗെയിനേഴ്സിലുള്ളതാണ്. പിന്നെ എനിക്ക് ഈ ഡേ ക്യാനിൽ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് തോന്നി. അതായത് എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലതായിട്ട് തോന്നി, എനിക്ക് കൺവിൻസബിളായിട്ട് തോന്നി. എനിക്ക് പ്രോഫിറ്റ് എത്ര ആയിട്ടുണ്ട്? പ്രോഫിറ്റ് 764 രൂപ ആയിട്ടുണ്ട്. ലെറ്റ് സി. ഇപ്പോൾ ഡേ ക്യാനിലിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടോ, ഇത് ഓൾറെഡി ഇതിന് മുന്നത്തെ റെസിസ്റ്റൻസ്, പ്രീവിയസ് ഡേയിലെ മുന്നത്തെ ഒരു 146.80 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 148.50 പിന്നെ പിവോട്ട് പോയിൻ്റ് കിടക്കുന്നത്, ഡേയിലുള്ള പിവോട്ട് പോയിൻ്റ്. ഏകദേശം അതിൻ്റെ അടുത്താണ് നമ്മുടെ ടാർഗറ്റ് കിടക്കുന്നത്. നോക്കാം നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്ന്. ഓക്കെ,
നിഫ്റ്റിയിൽ ചാർട്ട് എടുത്ത് നോക്കട്ടെ. നിഫ്റ്റി ഇപ്പോൾ ഒരു ഡൗൺ ആണ് പോണത്, കണ്ട. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം. സ്റ്റോക്ക് ഡൗൺ ആയി. നമ്മുടെ ബൈ പ്രൈസിൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റൊക്കെ പോയിട്ടുണ്ടാവും. ലെറ്റ്സ് സീ നമുക്കിത് എന്താവും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, അത് ടാർഗറ്റ് ഹിറ്റ് ആവും എന്നുള്ള കാര്യം. ജസ്റ്റ് നിഫ്റ്റി ഒന്ന് നോക്കി നോക്കട്ടെ, മേലോട്ട് കയറാൻ വല്ല സാധ്യത ഉണ്ടോ. ഓക്കെ, ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പ് അപ്പ് ഒക്കെ വന്നതാണ്. നിഫ്റ്റി ഫുള്ള് റിവേഴ്സ് ആവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെൻ്റൊക്കെ വരുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. വീഡിയോ വളരെ ഭയങ്കര വലിയൊരു ലോങ് വീഡിയോ ഇപ്പോൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സ്റ്റോക്ക് വീണ്ടും മൂവ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടല്ലോ, അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് മൂവ് ആയിട്ടുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കണ്ടോ, തിരിച്ച് ഇവിടെ നിന്ന് റിവേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഈ ഏരിയയിലാണ് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് ഡൗൺ വന്നു, ശേഷം വീണ്ടും ഇവിടെ നിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിഫ്റ്റിയുടെ ഒരു ഗ്രീൻ മൂവ്മെൻറ്റ് നമ്മുടെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് 147, 90, 148 ഒക്കെ ആയിട്ടുണ്ട്. ലെറ്റ്സ് സീ അങ്ങനെ പോകുന്നുള്ള കാര്യം. നമ്മുടെ പ്രോഫിറ്റ് എന്താ പറയുക നമുക്ക് നോക്കാം. പ്രോഫിറ്റ് 1500 ആയിട്ടുണ്ട്. 148 ബ്രേക്ക് ആവണം, അതിലാണ് നമ്മുടെ പ്രോഫിറ്റ് കിടക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് ഓർഡർ കിടക്കുന്നത് എത്രയാണ്, 148.40 ഓക്കെ, 148 20 25 ഒരു 15 പൈസയും കൂടി. ഇന്ന് ഫ്രൈഡേ ആണ്, എനിക്കൊരു നല്ലൊരു ദിവസം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പിന്നെ 2 ദിവസമുണ്ട്. നമ്മൾ ഒരു അവസാന ദിവസം ലോസ് ആയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല 2 ദിവസം. പക്ഷേ ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതോടെ വളരെ നല്ലൊരു ക്ലോസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. 10 പൈസയും കൂടി പോയാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിരിക്കുകയാണ്. 1999 രൂപ. ഓഹ്, ഹിറ്റായിട്ടില്ലേ. ഇതെന്താണ്, ടാർഗറ്റ് ഹിറ്റ് ആവണ്ടാണല്ലോ, എന്ത് പറ്റി? ഓൾ ഓർഡേഴ്സ് വല്ല ഓപ്പൺ ഓർഡർ ഉണ്ടോ നോട്ടെ. പെൻഡിങ് ഓർഡർ വല്ല ഉണ്ടോ? ഓക്കെ, പെൻഡിങ് ഓർഡർ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ പ്രോഫിറ്റിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില ചോദിക്കുന്നത് ഞാൻ ഈ സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം. സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടോ, അത് നല്ലതായിട്ട് മൂവ്മെൻറ്റിൽ മേലോട്ട് കയറിപ്പോണ്ട് അതൊന്നുമില്ല. എനിക്ക് എൻ്റെ റിസ്ക് ടു റിവാർഡ്, ഞാൻ 1000 നഷ്ടം 2000 ലാഭം കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ സ്റ്റോക്ക് നല്ല മൂവ്മെൻറ്റുള്ള സ്റ്റോക്കായിരുന്നു ഹിൻഡാൽക്കോ. നിങ്ങളിപ്പോൾ നിഫ്റ്റി 50 അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ നല്ല ഹൈ മൂവ്മെൻറ്റുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്ത് തരണം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ. ഞാൻ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട് കണ്ടോ.
ഇങ്ങനെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഞാനിതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പിടിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഹൈ ആക്റ്റീവ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ ആ സ്റ്റോക്കുകളിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും നല്ല വോളിയൊക്കെ ഉള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അതാണ് മെയിൻ ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത്. അത് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസവും സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഇതിവിടെ ഇപ്പോൾ അപ്പ് സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് ഇവിടെ സോർട്ട് ചെയ്യാം. അതായത് പെർസെൻറ്റേജ് വൈസ് ഹൈ ലോ, പെർസെൻറ്റേജ് വൈസ് ലോ ഹൈ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അത് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇടും. ഇപ്പോൾ പെർസെൻറ്റേജ് ഹൈ ടു ലോ അടിക്കണമെങ്കിൽ കാണാം. അപ്പോൾ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇട്ടിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ വക്രാങ്കി ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഈ ചെറിയ സ്റ്റോക്കുകൾ 100 രൂപ താഴെയുള്ള സ്റ്റോക്കുകൾ ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ 3 സ്റ്റോക്കുകൾ വിട്ടോ. പിന്നെ ടാറ്റ മോട്ടേഴ്സ്, ജിൻഡാൽ സ്റ്റീൽ അങ്ങനെ സ്റ്റോക്കുകളൊക്കെ വന്നു. അതേപോലെ ഇതിപ്പോൾ നമ്മൾ സോർട്ട് ചെയ്യണ പെർസെൻറ്റേജ് ലോ ടു ഹൈ അടിക്കണമെങ്കിൽ ഏറ്റവും ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ ഏറ്റവും ടോപ്പിൽ വരും. കണ്ടോ? IGL, DLF, MGL, PNB ഹൗസിങ് അങ്ങനെയൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളതിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ എങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളത്. പിന്നെ അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കണം. ഓക്കെ, നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ നിഫ്റ്റി 50 മൂവ് ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി 50 ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഫസ്റ്റത്തെ ഒരു 15 മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കാം. അപ്പം ഞാൻ ഓൾറെഡി നോക്കിയപ്പോൾ നിഫ്റ്റി അത്യാവശ്യം ഗ്യാപ്പ് അപ്പ് ആണ്, നല്ല മൂവ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിഫ്റ്റി പോസിറ്റീവ് സൈഡിലേക്കാണ് പോണത്, അതായത് മേലോട്ടാണ് പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം സ്റ്റോക്ക് ബൈ ചെയ്യുള്ളൂ. അതായത് അപ്പ് സൈഡ് അപ്പ് ട്രെൻഡിൽ ഞാൻ പോവുള്ളൂ. കാരണം ഓൾറെഡി നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് മേലോട്ടാണ്. അപ്പോൾ ഞാൻ അപ്പ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ താഴേക്ക് ഡൗൺ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ നെഗറ്റീവ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ നോക്കാം. അതായത് ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ഇങ്ങനെ പെർസെൻറ്റേജ് വെച്ച് ഷോർട്ട് ചെയ്തിട്ട് ലോ ടു ഹൈ ഇട്ടിട്ട് നെഗറ്റീവ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് നോക്കും. അതിന് ശേഷം സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഹിൻഡാൽക്കോ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഹിൻഡാൽക്കോയുടെ സ്റ്റോക്കിൻ്റെ ഇത് നോക്കിയപ്പോൾ, അതായത് ഇത് നോക്കിയപ്പോൾ ക്യാൻഡിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് രാവിലെ തന്നെ ഞാൻ നോക്കിയപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഫൈൻ, നല്ല മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം 5-10-15 മിനിറ്റ് നല്ല മൂവ്മെൻറ്റ് കാണിക്കുന്നു. സെക്കൻഡ് ഞാൻ എന്ത് ചെയ്യും, 5 മിനിറ്റിൽ നിന്ന് മാറ്റിയിട്ട് 1 ഡേ ക്യാൻഡിൽ ഇടും. എന്തിനാണ് 1 ഡേ ക്യാൻഡിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്കിന് മൂവ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഓക്കെ, അപ്പം ഞാൻ നോക്കിയപ്പോൾ സ്റ്റോക്ക് ഏകദേശം ഈ റേഞ്ചിൽ എവിടെയാണൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇതിന് മുന്നുള്ള വേറെ ക്യാൻഡിലുകളുടെ റെസിസ്റ്റൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് മേലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ വേക്കൻറ്റ് സ്പേസാണ്. പിന്നെ ആകെ വരുന്ന ഒരു റെസിസ്റ്റൻസ് ഈ പിവോട്ട് പോയിൻറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട് 148-72. പിവോട്ട് പോയിൻ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെർച്ച് ചെയ്തതിലൂടെ പിവോട്ട് പോയിൻറ്റ്സ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കുറേ ലൈൻസുകൾ കിട്ടും. ഇതുണ്ടോ, ഇവിടെ ഒരു ലൈന്, ഇവിടെ ഒരു ലൈന്, ഇവിടെ ഒരു ലൈന്, ഇവിടെ ഒരു ലൈൻ, ലൈൻസുകൾ കിട്ടും. അപ്പോൾ ആ ലൈൻസിലൊക്കെ റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് മൂവിങ് ആവറേജ് 20 യൂസ് ചെയ്യും. പിന്നെ VWAP, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ VWAP കൂടുതൽ യൂസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് സ്റ്റോക്ക് ഓക്കെ. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഓക്കെ. പിന്നെ ഞാൻ 5 മിനിറ്റ്സ് ഇട്ട് നോക്കിയപ്പോൾ ആ സ്റ്റോക്ക് അത്യാവശ്യം ഇവിടെ കണ്ടോ 5-10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു റെഡ് ക്യാനിലൊക്കെ എടുക്കണമെങ്കിൽ ഈ VWAPൻ്റെ താഴേക്ക് പോകണില്ല. അപ്പോൾ ഒരു VWAPൻ്റെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ സ്റ്റോക്കിന് VWAPൻ്റെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസിൻ്റെ മുകളിലാണെങ്കിൽ അപ്പ് മൂവ്മെൻറ്റും താഴെയാണെങ്കിൽ ഡൗൺ ട്രെൻഡും എന്നാണ്. അപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എൻ്റെ ഡേ ക്യാനിലിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ VWAPൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. പിന്നെ പിവോട്ട് പോയിൻറ്റിലേക്ക് ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആണെങ്കിൽ പിന്നെ അടുത്ത പിവോട്ട് പോയിൻറ്റ് ഈ 5 മിനിറ്റ്സിൻ്റെ 148-52 വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുള്ളൂ. എന്താണ്, ബ്രാക്കറ്റ് ഓർഡറെ ഞാൻ യൂസ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ഇപ്പോൾ നമ്മളുടെ
ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല, ട്രേഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നഷ്ടം നമ്മൾ ഉദ്ദേശിച്ച ഒരു റേഞ്ചിലേ വരുള്ളൂ. ലാഭം ഓട്ടോമാറ്റിക്കലി പിന്നെ വൈകുന്നേരം എപ്പോഴാണ് ലോഗിൻ ചെയ്യാൻ പറ്റണം അപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. എന്തൊരു നെറ്റ്വർക്കിൽ ഇഷ്യൂ വന്നു, എൻ്റെ വൈഫൈ കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലൈവ് ട്രേഡ് വീഡിയോ കൂടുതലിടാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ബ്രാക്കറ്റ് ഓർഡറുകളൊക്കെ ഇപ്പോൾ ഒരുപാട് ബ്രോക്കറിലൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 5 years എന്നൊരു അക്കൗണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയത്. 5 years നല്ലൊരു അക്കൗണ്ടാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ ലിങ്ക് ഉണ്ട്, അതിൽ ഓപ്പൺ ചെയ്യാം. അപ്സ്റ്റോക്കിൻ്റെ സിറോദര ഒക്കെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലാണെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെതായ കുറച്ച് സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് തരാം ട്രേഡിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ആക്യുറസി മന്ത്ലി നോക്കാം. അതൊക്കെയാണ് എൻ്റെ ഒരു സീക്രട്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ ക്യാപിറ്റൽ കൂട്ടാം, അങ്ങനെയൊക്കെയാണ് ചെയ്യുക സാധാരണ. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.